ഹായ് ഫ്രണ്ട്സ്, 1ാം ക്ലാസ്സിലെ സൺഡേ കാറ്റഗറിസം ഹാഫ് ഇയർലി എക്സാമിൻ്റെ 1 മുതൽ 4 വരെയുള്ള പാഠത്തിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഇതിനു മുമ്പുള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി 5 മുതൽ 8 വരെയുള്ള പാഠത്തിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതെന്ന് നോക്കാം. പാഠം 5, ദൈവം നമ്മുടെ പിതാവാകുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എന്നെ കാത്തു സൂക്ഷിക്കാൻ ദൈവം തന്നിരിക്കുന്നത് ആരെ? ആൻസർ, കാവൽ മാലാഖയെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് എല്ലാവരുടെയും പിതാവാണ്? ആൻസർ, ദൈവം. ചാപ്റ്റർ 6, ദൈവത്തിന് സ്തുതി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, തൻ്റെ സൃഷ്ടികളെ ഏതെല്ലാം വിധത്തിൽ കാത്തു പരിപാലിക്കുന്നത്? ആൻസർ, ശ്വസിക്കാൻ വായു, കുടിക്കാൻ വെള്ളം, ഭക്ഷിക്കാൻ ആഹാരം, ധരിക്കാൻ വസ്ത്രം, താമസിക്കാൻ വീട്, പഠിക്കാൻ വിദ്യാലയം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സൃഷ്ടാവായ ദൈവത്തെ മനുഷ്യൻ എങ്ങനെയാണ് സ്തുതിക്കുന്നത്? ആൻസർ, പ്രാർത്ഥനകളിലൂടെയും ഗീതങ്ങളിലൂടെയും. പാഠം 7, ദൈവം നമ്മോട് കൂടെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈശോ ജനിച്ചത് എവിടെ? ആൻസർ, ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈശോയുടെ പിറന്നാൾ എന്നാണ്? ആൻസർ, ഡിസംബർ 25. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈശോയുടെ അമ്മയുടെ പേര്? ആൻസർ, മറിയം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഈശോയുടെ വളർത്തുപിതാവിൻ്റെ പേര്? ആൻസർ, ഔസേപ്പ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യനായി ജനിച്ച ദൈവപുത്രൻ ആരാണ്? ആൻസർ, ഈശോ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഈശോയുടെ പിറന്നാളിന് പറയുന്ന പേര്? ആൻസർ, ക്രിസ്തുമസ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഈശോയുടെ ജനന സമയത്ത് മാലാഖമാർ ആട്ടിടയരെ അറിയിച്ച സന്തോഷവാർത്ത എന്ത്? ആൻസർ, ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ലൂക്ക 2:11. പാഠം 8, ഈശോയുടെ അമ്മ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈശോയുടെ അമ്മയുടെ പേര്? ആൻസർ, മറിയം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈശോയുടെ അമ്മയായ മറിയത്തെ വിളിക്കുന്ന പേര്? മാതാവ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് എൻ്റെ സ്വർഗീയ അമ്മയാണ്? ആൻസർ, പരിശുദ്ധ മറിയം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഇനി അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.